എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ വർക്ക് ഫോഴ്സ് സീരീസ് ആയ WF-M5799 എന്ന പ്രിന്ററിൽ എങ്ങനെ ഇങ്ക് റീഫിൽ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ താഴെ ഭാഗത്ത് കാണുന്ന ഈ ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ക് പാക്ക് വെക്കുന്ന ആ ട്രേ ഓപ്പണായി വരും. ഇത്രയും സൈസിൽ നമുക്ക് ഈ ട്രേൻ്റെ ഈ സൈസിൽ നമുക്ക് നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത് ഇതേ സൈസിലുള്ള ഇങ്ക് പാക്ക് കവറായിരിക്കും വരിക. ഇപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ കൂടെ ഉള്ളത് ഇനീഷ്യൽ പാക്കഡ് ആണ്, അതായത് ചെറിയൊരു പാക്കായിരിക്കും, പാക്കഡായിട്ടുള്ള ഇങ്ക് ആയിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, ചെറിയൊരു പാക്കഡായിട്ടുള്ള ഇങ്കാണുള്ളത്. അപ്പം ഇത് പുതിയ പ്രിൻ്ററിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ചെറിയ സൈസിലായിരിക്കും. നിങ്ങൾ നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ അത് വലിയ പാക്ക്, ഈ ട്രേൻ്റെ വലുപ്പത്തിലുള്ള പാക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് ജസ്റ്റ് ഇതേപോലെ ആ ലോക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ കറക്റ്റ് ലോക്കായിരിക്കും. കണ്ടില്ലേ, കറക്റ്റ് ലോക്കായിരിക്കും. ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാം. ജസ്റ്റ് ഈ ലിവർ പിടിച്ചാണ് നമുക്ക് അതിൽ നിന്നും അത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഉണ്ട്, അതേപോലെ എടുക്കാൻ സാധിക്കും. എന്നിട്ട് തിരിച്ച് അതേപോലെ ആ രണ്ട് ലോക്കിൻ്റെ ഇടയിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അവിടെ ലോക്കഡായി, പിന്നെ അത് ഇളക്കാൻ കഴിയില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഇത് 10 ടൈംസ് ഷെയ്ക്ക് ചെയ്തിരിക്കണം. നിങ്ങൾ ഇനി പുതിയ പാക്കഡ് ഇങ്ക് വാങ്ങുന്ന സമയത്തും ഇത് ഇതേപോലെ മിനിമം 10 ടൈംസ് എങ്കിലും ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ വെക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഷെയ്ക്ക് ചെയ്യാതെ വെക്കരുത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതായത് ഇതിൻ്റെ വില കുറഞ്ഞ പാക്കഡായിട്ടുള്ള ഇങ്കുകളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവും. നമ്മൾ ശേഷം ഈ ട്രേ ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് ജസ്റ്റ് ആ ഡോർ ക്ലോസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.